ക്രിസ്തു വിശ്വാസികളായ നാം ഏവരും പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നവരാണ്. നമ്മുടെ പ്രത്യാശ ക്രിസ്തീയ പ്രത്യാശയത്രേ. അത് ആത്മവിശ്വാസമുള്ള പ്രത്യാശയാണ്. അതിന് കാരണം ക്രിസ്തീയ പ്രത്യാശ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമാണ്. ഈ പ്രത്യാശ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ലെന്ന് ഉറപ്പായി വിശ്വസിക്കാം. തിരുവചനം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നമുക്ക് കാണാൻ കഴിയുന്ന താൽക്കാലിക കാര്യങ്ങളിൽ നമ്മുടെ മനസ്സുറയ്ക്കാതെ അദൃശ്യനായ ദൈവത്തിൻ്റെ ശാശ്വതമായ കാര്യങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. വിശ്വസ്തനായ ദൈവമാണ് നമുക്ക് വാഗ്ദത്തം തന്നതെങ്കിൽ നമുക്കവനിൽ വിശ്വസിക്കാം. അവിടുന്ന് തന്ന വാഗ്ദത്തങ്ങളിൽ പ്രത്യാശ വയ്ക്കാം. ആ ക്രിസ്തീയ പ്രത്യാശയെ മുറുകെ പിടിക്കാം. നമ്മുടെ പിടി ദുർബലമാകുമ്പോൾ നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. ഇന്ന് അനേകർ പ്രത്യാശയില്ലാത്തവരായി നാളെ എന്ത് സംഭവിക്കുമെന്ന ഭീതിയാൽ ആകുലപ്പെട്ട് കഴിയുന്നവരാണ്. അതിന് കാരണം പ്രത്യാശ വയ്ക്കുവാൻ ശക്തനായ ഒരാൾ അവർക്കില്ലാത്തത് കൊണ്ടത്രേ. ഇങ്ങനെയുള്ളവർക്ക് ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, മരണാനന്തര ജീവിതത്തിലും പ്രത്യാശയില്ലാത്തവരാണ്. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജാതികളെപ്പോലെ പ്രത്യാശയില്ലാത്തവരായിട്ടല്ല, അവർക്ക് ഈ ലോക ജീവിതത്തെപ്പറ്റിയും വരും ലോക ജീവിതത്തെപ്പറ്റിയും പ്രത്യാശയുണ്ട്. അവരുടെ പ്രത്യാശ പാറ പോലെ ഉറപ്പുള്ള ക്രിസ്തുവിലും ക്രിസ്തു നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളിലുമാണ്. സർവശക്തനായ കർത്താവ് അവിടുത്തെ വാഗ്ദാനങ്ങൾ ഇതിനകം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. നാം അവനിൽ വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുമ്പോൾ അവ നിശ്ചിത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മുഖത്ത്, അനിശ്ചിതത്വം നിറഞ്ഞ ചുറ്റുപാടുകളുടെ നടുവിൽ എൻ്റെയും എൻ്റെ മക്കളുടെയും ഭാവി എന്തായിത്തീരുമെന്ന് വിചാരിച്ച് ആരെങ്കിലും മനം കലങ്ങിയിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയുടെ വീര്യം ഒന്ന് വർദ്ധിപ്പിച്ച് തരുവാനായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഏക പ്രത്യാശ ക്രിസ്തുവാണ്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് നമുക്ക് പറയാം. We do not know what is going to happen tomorrow, but we know one thing: God is in control of our life and we will not fail. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം: ദൈവമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആയതിനാൽ നാം പരാജയപ്പെടുകയില്ല. Have a blessed day.